വന്ന് ഡോറടച്ച ശബ്ദത്തിൽ ക്യാമറയൊക്കെ ഇളകി പറയാനായിട്ടോ. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കണം. ഇന്നൊരു ബുധനാഴ്ചയാണ്. സാധാരണ ബുധനാഴ്ചകൾ രാവിലെ ഞാൻ എണീറ്റ് ജിമ്മിൽ പോവേ അല്ലെങ്കിൽ ഓടാൻ പോവേ ഒന്നും ചെയ്യാറില്ല. കാരണം ഏകദേശം ഒരു 10:15 എനിക്ക് കാര്യമായിട്ടൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും എല്ലാ ബുധനാഴ്ചകളിലും. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഞാൻ കാറിൽ കയറി ഇരുന്ന് ഇങ്ങനെ കാറൊക്കെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ഇവിടെ ഒരു ഇൻട്രോ എടുത്ത് നമുക്ക് പോകാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ സ്വിമ്മിങ് ക്ലാസ്സിലോട്ടാണ്. ഏകദേശം 2 കൊല്ലമായിട്ട് ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. ഞാൻ സ്വിമ്മിങ് ക്ലാസ് രജിസ്റ്റർ ചെയ്തതിന് ശേഷം നാട്ടിലാവുന്ന സമയത്ത് എനിക്ക് എന്തായാലും സ്വിമ്മിങ് പഠിക്കണം അങ്ങനെയുള്ള ഒരു ഫീലിംഗ് ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ വെക്കേഷന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പം നമ്മളെല്ലാവരും കൂടെ എവിടെയെങ്കിലും ഒരു ഫാം ഹൗസ് എടുക്കുമ്പോഴോ ഒരു സ്വിമ്മിംഗ് പൂളോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. എൻ്റെ നെഞ്ഞിൻ്റെ മുകളിലൊക്കെ വെള്ളം ഉണ്ടെങ്കിലുണ്ടല്ലോ എനിക്കിങ്ങനെ ബ്രീത്തിങ്ങിനൊക്കെ പ്രശ്നം വരുന്ന രീതിയിലുള്ള പേടിയാണ് എനിക്ക് വെള്ളം. അപ്പോൾ അതൊന്ന് ഓവർകം ചെയ്യണമെന്ന് കുറച്ച് കാലം മുന്നേ ഞാൻ തീരുമാനിച്ച കാര്യമായിരുന്നു. പക്ഷെ അത് ഞാൻ ഒറ്റയ്ക്ക് തീരുമാനിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്നെ സ്വിമ്മിങ് പഠിപ്പിച്ചിടാൻ ആരെങ്കിലും ഒരാളും കൂടെ വേണം. അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള 1-2 എന്താ പറയുക ക്ലാസ്സസിനൊക്കെ ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എല്ലാം വെയിറ്റിംഗ് പീരീഡ് 2 വർഷം 2.5 വർഷമൊക്കെ ആയിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ എൻ്റെ അടുത്ത് ഇപ്പം ഞാൻ പോകുന്ന ഒരു സ്വിമ്മിങ് ക്ലാസ്സിലോട്ട് ഏകദേശം 2 കൊല്ലം മുന്നേ രജിസ്റ്റർ ചെയ്തതാണ് ഞാൻ അവിടെ. അവരെന്നെ ഒരു മാസം മുന്നേ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ സ്ലോട്ട് ഓപ്പൺ ആയിട്ടുണ്ട്. എല്ലാ വെനസ്ഡേയ്സും രാവിലെ 10:15 ക്ലാസ് തുടങ്ങുന്നത് എന്നുള്ളത്. ഇപ്പം സമയം 10 മണിയായി. ഞാൻ വണ്ടിയിൽ കയറി ഇരുന്നിട്ടുണ്ട്. നമുക്ക് പോയി ഇനി ബാക്കി കഥകൾ പോകുന്ന വഴിക്ക് പറയാം. ഇന്നത്തെ വീഡിയോ ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് നമ്മുടെ സ്വിമ്മിങ് ക്ലാസ്. ഇന്ന് നമുക്ക് ഒരു കിഡ്ലൻ ഗസ്റ്റ്, കിഡ്ലൻ എന്ന് പറയാൻ പറ്റുമോ, അല്ലെങ്കിൽ ഒരു റെസ്പെക്ട്ഫുൾ ഗസ്റ്റ് വരുന്നുണ്ട് നമ്മുടെ വീട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെയാണ്. അത് ആരാന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം. അപ്പോൾ എന്തായാലും ഇനി സമയം കളയണ്ട. വെൽക്കം ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് തനി മലയാളീസ് പ്രഹസനം. സമയം 10:09 ആയിട്ടുണ്ട്. 10:15 എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ഇവിടുന്ന് 3 മിനിറ്റുകളിലോട്ടോ എൻ്റെ സ്വിമ്മിങ് ക്ലാസ്സിലോട്ടോ. അതാണ് ഞാൻ ഇത്ര ധൈര്യമായിട്ടിരുന്ന് വർത്താനം പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോവാം. ഓക്കെ. വിഷ്ണുവിന് ഇപ്പോൾ ഓഫീസിൽ പാർക്കിംഗ് സ്പേസ് ഇല്ലാത്തത് കാരണം വിഷ്ണു പബ്ലിക് ട്രാൻസ്പോർട്ടിലാണ് പോകുന്നത്. അതുകൊണ്ട് ഈ കാർ എപ്പോഴും എൻ്റെ അടുത്തുണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്കതൊരു വലിയ ഉപകാരമാണ്. അങ്ങനെ കൃത്യം 10:14 നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമുക്കിനി ഈ ഡ്രസ്സും ഈ ബാഗും എല്ലാ കാര്യങ്ങളും നമുക്ക് ലോക്കറിൽ വെച്ചൊന്ന് ലോക്ക് ചെയ്തതിന് ശേഷം നമുക്ക് പോയി പൂളിൽ ചാടാന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരാണ് കേട്ടോ എൻ്റെ ക്ലാസ്സിനുള്ളത്. അപ്പോൾ ഓരോരുത്തർക്കും പേഴ്സണൽ ട്രെയിനിങ് ആവശ്യമുള്ളതുകൊണ്ട് അവർ 4 to 5 ആൾക്കാരെ മാത്രമേ ഒരു ബാച്ചിലെടുക്കുള്ളൂ. അപ്പോൾ എൻ്റെ ക്ലാസ് തീരെ 11 മണി വരെയാണ്. അപ്പോൾ മഴ പെയ്യുന്നുണ്ട്. ഇതാണ് എൻ്റെ പൂളിൻ്റെ അങ്ങോട്ടുള്ള വഴി കേട്ടോ. ഇതേ സൈഡിൽ അവർ ഹെയർ ഡ്രയറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് തലയൊക്കെ നനഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ലോക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബിലോങ്ങിങ്സൊക്കെ പ്രോപ്പറായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ. ചേഞ്ചിങ് റൂംസ് ഉണ്ട്. പിന്നെ ഇവിടെ നമ്മൾ ആദ്യം ഒരു ചെറിയ ഷവർ എടുത്തിട്ടാണ് നമ്മളിത് ഈ കാണുന്ന പൂളിലോട്ട് ഇറങ്ങുക. തൽക്കാലം ഇപ്പോൾ അധികം റഷൊന്നും ഇല്ലാത്തതുകൊണ്ടും എനിക്ക് ഇവിടെയുള്ള ഒരു വിശ്വാസമായതുകൊണ്ട് എൻ്റെ ബാഗ് ഞാൻ ഇവിടെ വെക്കുന്നു. അങ്ങനെ ഇന്നത്തെ ആ ഒരു പ്രഹസനം കഴിഞ്ഞു കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയാണ് വെള്ളം. ഇങ്ങനെ സ്റ്റെപ്പായിട്ട് മാറി വരുന്നേ ഉള്ളൂ. പക്ഷെ എന്നാലും മുഴുവൻ മാറി ബെറ്ററായി എന്നൊന്നും പറയാനായിട്ടില്ല. ഇന്ന് അവരെൻ്റെ ഉള്ള സപ്പോർട്ടൊക്കെ അവരെടുത്തു. നമുക്ക് സ്വിമ്മിങ് സപ്പോർട്ട്സ് ഉണ്ടായിരിക്കുമല്ലോ, അതൊക്കെ അവരെടുത്തു. ചുമ്മാ കൈ കൊണ്ട് ഇങ്ങനെ വോളെത്തി പിടിക്കാനും അങ്ങനെയൊക്കെ പറഞ്ഞു. മുടി ഒന്ന് ചെറുതായി ഡ്രൈ ചെയ്യാട്ടോ. എന്നിട്ട് നമുക്ക് പോകാം. വീട്ടിലെത്തി ഉടനെ നമുക്ക് നല്ലൊരു കുളിക്കണം. കാരണം ഭയങ്കര ക്ലോറിൻ വെള്ളമല്ലേ, സ്കിന്നും മുടിയും ഒക്കെ ഭയങ്കര പ്രശ്നമാകാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. എനിക്ക് ക്യാപ്പൊക്കെ മേടിക്കണം. അങ്ങോട്ട് എത്തിയിട്ടില്ല. മഴ ഉണ്ട് ചെറുതായിട്ട്. നമുക്കൊരു 2 ക്ലാസ്സും കൂടെ ഉള്ളൂ കേട്ടോ. കാരണം അത് കഴിഞ്ഞാൽ ഇവിടെ സമ്മർ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ഒപ്പം ഞാൻ നാട്ടിലും കൂടെ വരുമല്ലോ. അപ്പോൾ എനിക്കൊരു 2 ക്ലാസ് മിസ്സാവും. അത് പിന്നെ ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെ എന്തൊക്കെയാണ്. തൽക്കാലം വീട്ടിൽ പോവാം. വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഇരിക്കാൻ ടൈമൊന്നും ഇല്ല കേട്ടോ. നല്ല ബിസി ആയിട്ടുള്ളൊരു ദിവസമാണ്. നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. ആരാണ് ഗസ്റ്റ്, എന്താ കാര്യങ്ങൾ എന്നുള്ളതൊക്കെ ഞാൻ സമാധാനത്തിൽ പറയാം. ഇങ്ങനെ നനഞ്ഞ കോഴീനെ പോലെ നിന്നും കൊണ്ട് പറയണ്ടല്ലോ. ഇവിടുത്തെ വെതറിൻ്റെ അത്ര നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത വേറൊരു ഐറ്റം ഇല്ല കേട്ടോ. ഇന്നലെ മഴയായിരുന്നു. മിനിയാന്നും അതിൻ്റെ തൊട്ട് മുന്നത്തെ ദിവസമൊക്കെ നല്ല വെയിലായിരുന്നു. ആൻഡ് ഈ ഒരു വീക്ക് 27 ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കുന്നു. പക്ഷെ ആയിരുന്നില്ല. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഞാൻ മുടിയൊക്കെ ഒന്ന് കഴുകി കുളിച്ച് വൃത്തിയായിട്ട് വരാട്ടോ. വിഷ്ണു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വിളിക്കരുത്, സ്പെഷ്യലായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. കീയൊക്കെ എടുത്താൽ പോയെ.
ഓ മുടിയൊക്കെ ഉണ്ടല്ലോ ഭയങ്കര ബുന്ന് നിൽക്കുന്നു ഈ ക്ലോറിൻ വെള്ളത്തിൽ നിന്നിട്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് പോയി കുളിച്ചിട്ട് പേടി ഇങ്ങനെ തന്നെ പോകുള്ളൂന്ന്. പക്ഷെ ഇന്ന് അത്യാവശ്യം ടഫായിരുന്നു. ഞാൻ കുളിച്ചിട്ട് വരാം. സ്വിമ്മിങ് ക്ലാസ് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുളിക്കാനൊരു ഭയങ്കര ഏർജ് ഫീൽ ചെയ്യും കേട്ടോ. എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ച് കിട്ടിയാൽ മതി എന്നുള്ളത്. കുളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര സമാധാനവും തോന്നും. അങ്ങനെ ആ ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞു. ഞാൻ സമാധാനമായിട്ട് നിങ്ങളോട് സംസാരിക്കട്ടെ. വന്ന ഉടനെ ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ഉടനെ ക്ലോറിൻ വെള്ളം എല്ലാവരും നിൽക്കുന്ന വെള്ളമല്ലേ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് കുളിച്ചാൽ മതി എന്നുള്ള അവസ്ഥയായിട്ടുണ്ടായിരുന്നു. കുളിച്ച് വൃത്തിയായി മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് മുഖമൊക്കെ ഒന്ന് വൃത്തിയാക്കി കഴിഞ്ഞ് താഴെ എത്തിയപ്പോൾ തന്നെ ചെറിയൊരു ഉഷാറുണ്ട്. അപ്പോൾ കുറേ നേരമായി ഞാൻ നിങ്ങളത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നമുക്ക് ഈവനിങ് ഗസ്റ്റ് ഉണ്ട്, നമുക്ക് കുക്ക് ചെയ്യാനുണ്ട്, ടൈമില്ല, എന്താ പറയുക, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഡിന്നറിന് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് ഒരു ഗസ്റ്റ് എന്നൊക്കെ. പക്ഷെ എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയുന്ന സമയം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഞാൻ സസ്പെൻസ് ഇട്ടൊന്നും ആയിരുന്നില്ല കേട്ടോ. കാരണം ഇപ്പോൾ തംബ്നെയിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ക്യാപ്ഷനോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഞാനിത് പറയുമ്പോൾ ഒന്ന് സമാധാനത്തിൽ ഒരു ശ്വാസമൊക്കെ എടുത്ത് മെല്ലെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ പറയാമെന്ന് വിചാരിച്ചത്. അപ്പൊ ഇന്ന് ഈവനിങ് ഡിന്നറിന് ഷെറീറിന്റെയും വിഷ്ണുവിന്റെയും ബോസ്, കഴിഞ്ഞ കമ്പനിയിലെ ബോസ് നമ്മുടെ ഒപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. കുറച്ചധികം കാലമായിട്ടുള്ള പ്ലാനാണ് കേട്ടോ ഇത്. നമ്മളും അവരും കൂടെ കുറേ കാലമായി നമുക്ക് മീറ്റ് ചെയ്യാം, ഡിന്നർ കഴിക്കാന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മളെ അവരങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ പോർച്ചുഗലാണ് അവരുടെ ശരിക്കുള്ള സ്ഥലം. അവർ ജോലിയായിട്ട് ആംസ്റ്റർഡാമിൽ സ്റ്റേ ചെയ്യുന്നവരാണ്. അപ്പൊ അവര് കാര്യമായി നമ്മളെ 4 പേരെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്ത് കിടിലം കുറെ പോർച്ചുഗൽ ഡിഷസ്, സ്റ്റാർട്ടർ, മെയിൻ കോഴ്സ്, പിന്നെ എന്താ പറയുക ഡെസേർട്ട് എന്നുള്ള രീതിയിലൊക്കെ കിടിലമായിട്ട് കുറേ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവരൊറ്റയ്ക്കാണ് സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവരുടെ ഈ ഒരു എഫേർട്ട് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ഇംപ്രസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അവരെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. ആക്ച്വലി കഴിഞ്ഞ വീക്കിൽ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവർക്കും നമുക്കും ചെറിയൊരു അസൗകര്യം കാരണം കഴിഞ്ഞ വീക്ക് അത് ക്യാൻസലായി പോയി. അങ്ങനെ ഈ ഒരു വീക്കിലോട്ട് അത് മാറി ഇന്നാണ് അവർ വീട്ടിലോട്ട് വരുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവരെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ലാസ്റ്റ് ടൈം നമ്മൾ അവരുടെ ഫ്ലാറ്റിൽ പോയി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഗുഡായിട്ടാണ് അവർ നമ്മളെ 4 പേരെയും ട്രീറ്റ് ചെയ്തത്. അപ്പോൾ അവർ വീട്ടിലോട്ട് വരുമ്പോഴും അതേ രീതിയിൽ തന്നെ വളരെ നന്നായിട്ട് അവർ ട്രീറ്റ് ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാനും മൻഷിഫയും കൂടെയാണ് ഇന്ന് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ വീക്ക് ഡേ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീക്കെൻഡ്സ് അധികം ഞാൻ ഭയങ്കര ബിസിയാണ്. എനിക്ക് സാറ്റർഡേസ് ക്ലാസ് ഉണ്ട്, കുറേ എക്സാം ഉണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വീക്കെൻഡ് എനിക്ക് സാറ്റർഡേ മേക്കപ്പിൻ്റെ ഒരു ലെവൽ ഓഫ് തിയറി എക്സാം ആയിരുന്നു. അപ്പോൾ പിന്നെ ഹോംവർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് വീക്കെൻഡ്സ് എനിക്ക് ഒരു രക്ഷയില്ല. വീക്ക് ഡേയ്സ് ആണ് ഞാൻ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അവർക്കും ഒഴിവുള്ളൊരു ദിവസം നോക്കിയിട്ടാണ് നമ്മൾ ഈ ഒരു വെൻസ്ഡേ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഇന്ന് ഈവനിങ് ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ അവരുടെ അടുത്ത് എത്താൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഷെറീറും അൻഷിഫും ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് എല്ലാവരെയും കൂടെ വിളിച്ച് ഇവിടെ നമുക്കൊരു ചെറിയ ഗെറ്റ് ടുഗദർ പോലെ ആവാന്നുള്ളതാണ് പ്ലാൻ. അപ്പോൾ എന്താണ് കുക്ക് ചെയ്യാന്ന് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം സാധാരണ ഇവിടെയുള്ള ആൾക്കാർക്കൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് അവരുടെ സ്പൈസ് ലെവൽ ടോളറൻസ് ഭയങ്കര കുറവാണ്. അവർക്ക് നമ്മുടെ ഒരു നോർമൽ എരിവ് തന്നെ അവർക്ക് പറ്റുമൊന്നുമില്ല. പക്ഷെ ലാസ്റ്റ് ടൈം ഞാൻ അവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ അവർ കുക്ക് ചെയ്യുന്ന എല്ലാ ഫുഡിനും അത്യാവശ്യം നല്ല എരിവ് ഉണ്ടായിരുന്നു കേട്ടോ. പോർച്ചുഗൽ ആൾക്കാർ പൊതുവേ കുറച്ചും കൂടെ എരിവ് കഴിക്കുന്നവരാണ്. അവർക്ക് നമ്മുടെ ചിക്കൻ മദ്രാസിയൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഇന്ന് കുക്ക് ചെയ്യുന്നത് എന്നുള്ളത് കുറേ ആലോചിച്ച് ഞാനും മനുഷ്യഫയും കൂടി ഒരു വലിയ ലിസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, നിങ്ങൾക്ക് എന്താണ് കഴിക്കാൻ താല്പര്യം, എങ്ങനെയാണ് കുക്ക് ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത് അവർക്ക് ഇന്ത്യൻ ക്വിസ്റ്റീൻ കഴിക്കണം എന്നുള്ളതാണ്. നമ്മുടെ എക്സോട്ടിക് ആയിട്ടുള്ള ഒത്തന്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്യാനാണ് കഴിക്കാനാണ് അവർക്ക് താല്പര്യം. അപ്പൊ എന്നാൽ അത് കുക്ക് ചെയ്യാനാണ് നമുക്ക് ഏറ്റവും എളുപ്പം. അപ്പൊ എന്നാൽ അത് കുക്ക് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പൊ ഇന്ന് നമ്മുടെ സ്റ്റാർട്ടർ എന്ന് പറയുന്നത് ചിക്കൻ കബാബും പിന്നെന്തായിരുന്നു സമോസയും പിന്നെ ഇലയടയാണ് കേട്ടോ. ഇലയട ഞാൻ നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. ഷെറീറിനും അഞ്ചുവയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഇലയട. അപ്പോൾ അതും ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ മെയിൻ കോഴ്സ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ഇടിയപ്പം, വെള്ളയപ്പം, ചിക്കൻ കറി, ബീഫ് ഫ്രൈ. അത് ഷെറീറാണ് ഉണ്ടാക്കുന്നത്. ഞാനതിൽ വെള്ളയപ്പവും ഇടിയപ്പവും ചിക്കൻ കറിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ഡെസേർട്ടായിട്ട് അൻഷിഫ ഒരു പുഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ ഞാൻ പിക്ക് ചെയ്യാൻ പോകും. അതിന് മുന്നേ ഞാൻ കുറച്ച് നേരം എൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകട്ടെ. അപ്പോൾ അതാണ് ഇന്നത്തെ പ്ലാൻ. പിന്നെ കുക്കിംഗ് വ്ളോഗ്, ഞാൻ കുക്കിംഗ് ഒരു ഡേ ഉള്ളപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് കുക്കിംഗ് വ്ളോഗ്സ് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കുക്കിംഗ് വ്ളോഗ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് അധികം ഉണ്ടാവാറില്ല. കാരണം ഞാനിപ്പോൾ ഒരു ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ എല്ലാ വീക്കിലും ഭയങ്കര ഹെവി ആയിട്ട് അങ്ങനെ ഫുഡ് കഴിക്കാൻ
താല്പര്യമുള്ള ആളാണ്, പക്ഷെ അങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഇപ്പം സമ്മറൊക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ചധികം ഗെറ്റ് ടുഗദറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒരു മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ കുറച്ച് അടുപ്പിച്ച് ഫുഡ് റിലേറ്റഡ് ആയിട്ട് ചെയ്തത്. അപ്പോൾ എനിക്ക് അറിഞ്ഞൂടാ മുന്നോട്ട് പോകുന്നവർ നമുക്ക് എത്ര ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള അതായത് നമ്മുടെ ഇങ്ങനെ ഒത്തൻറ്റിക് എക്സോട്ടിക് നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ കുക്ക് ചെയ്യുന്ന വ്ളോഗ് നമ്മുടെ ചാനലിൽ എത്ര ഉണ്ടാവും എന്നുള്ളത് എനിക്കങ്ങനെ പറയാൻ പറ്റുന്നതല്ല. കാരണം എൻ്റെ ഒരു വീക്ക്ലി ലൈഫ് സ്റ്റൈലിലോ അല്ലെങ്കിൽ ഒരു ഇതിലൊന്നും വരുന്നൊരു കാര്യമല്ല അത്. അപ്പം എന്തായാലും അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് വ്ളോഗ് എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പിന്നീട് ആ വീഡിയോ ഒക്കെ കാണാനും രസമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ബേസിസിലാണ് ഞാൻ ഇന്നത്തെ ഒരു വ്ളോഗ് എടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇന്ന് കുക്കിങ്ങും പിന്നെ അൻഷിഫേനെ പോയി പിക്ക് ചെയ്യലും ഈവനിങ് അവർ വരലും നമ്മൾ ഒരുമിച്ച് ഡിന്നർ കഴിക്കലും ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ദിവസമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തൊരു ദിവസത്തേക്ക് നിങ്ങളെയും കൂടെ ഞാൻ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇനി പോയി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. സമയം ഇപ്പോൾ ഓൾറെഡി 12:30 ആയിട്ടുണ്ട് കേട്ടോ. 1 മണിക്കാണ് ഞാൻ കുക്ക് ചെയ്യുമെന്ന് വിചാരിച്ചത്. അതിന് എനിക്ക് ചെറിയൊരു എഡിറ്റിംഗ് പരിപാടി ഉണ്ട്. അപ്പോൾ ഏകദേശം ഒരു 10-20 മിനിറ്റ് കൊണ്ട് ഞാൻ എഡിറ്റിംഗ് പരിപാടി തീർത്ത് നമുക്ക് പോയിട്ട് കുക്ക് ചെയ്യാം. ഞാൻ എൻ്റെ വാട്ടർ ബോട്ടിൽ ചേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. ഇത് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തായിരുന്നില്ല കയ്യിലുള്ള സ്ഥിതിക്ക് കാണിച്ചതാണ്. ഞാൻ ഗ്ലാസിൻ്റെ വാട്ടർ ബോട്ടിലാക്കിയിട്ടുണ്ടായിരുന്നു. പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ ഐറ്റംസും ഞാൻ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പാതയിൽ ഞാൻ എൻ്റെ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ വാട്ടർ ബോട്ടിൽ മാറ്റി. പിന്നെ ഇതിന് ഇവരിങ്ങനെ ഒരു കേസൊക്കെ തരുന്നുണ്ട്, എനിക്കൊന്ന് പൊട്ടാതിരിക്കാനാണ്. അപ്പോൾ ഇനി ഞാൻ കൂടുതൽ വർത്തമാനം മനസ്സിലാക്കുന്നില്ല. നോക്കി എനിക്കൊരു ക്യാമറയും ഒരു സ്റ്റാൻഡും കിട്ടിക്കഴിഞ്ഞാൽ ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇപ്പോൾ സമയം 6 മിനിറ്റ് ഞാനിങ്ങനെ നിർത്താതെ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. തൽക്കാലം ഞാൻ നിർത്താണ്. ഇത് നമുക്ക് കുക്കിംഗ് സമയത്ത് കാണാം. ഓക്കെ, ഞാൻ ആദ്യം കുറച്ച് നേരം എഡിറ്റ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഇപ്പോൾ സമയം ഏകദേശം 1 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ലഞ്ച് കഴിക്കാം. ഇതാണ് എൻ്റെ ലഞ്ച്. ഇത് തൈര് സാദം, പിന്നെ ബീട്രൂട്ട് ഉപ്പേരി, പിന്നെ ചെമ്മീൻ ചമ്മന്തി, പിന്നെ ഒരു എന്താ പറയുക ഇരുമ്പാമ്പുളി എന്ന് പറയും, ഇരുമ്പാമ്പുളിയുടെ അച്ചാർ. അതാണ് ഇന്നത്തെ എൻ്റെ ലഞ്ച്. അപ്പോൾ ഇത് കഴിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കുക്ക് ചെയ്യാൻ തുടങ്ങാം കേട്ടോ. ഞാൻ ഈ ഒരു വുഡൻ ഫ്ലോറിൽ ചവിട്ടി നടക്കുന്നതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത് കേട്ടോ. ദൈവം എല്ലാവർക്കും എല്ലാ കഴിവും കൊടുക്കില്ലല്ലോ. എനിക്ക് ചിക്കൻ കട്ട് ചെയ്യാനുള്ള കഴിവില്ല. അതുകൊണ്ട് വിഷ്ണുദേ ചിക്കനൊക്കെ കട്ട് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. വിഷ്ണുദേ ലഞ്ച് ബ്രേക്കിന് വന്നിട്ട് ചിക്കൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്നെ ഏൽപ്പിച്ച ഒരു 3 ഐറ്റം ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. ഒന്ന്, ഒരു ചിക്കൻ മപ്പാസാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ചിക്കൻ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ. ഞാനിപ്പോൾ ഇങ്ങനെ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു ചിക്കൻ മപ്പാസിൻ്റെ റെസിപ്പി ഉണ്ട്. അത് എളുപ്പമാണ്, പെട്ടെന്ന് ഒരു 20 മിനിറ്റ്സ് ഉണ്ടാക്കി തീരാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ചിക്കൻ മപ്പാസ്, ഇലയട, പിന്നെ ഇടിയപ്പം, ഇത് 3ആണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകണം. വെള്ളപ്പത്തിനുള്ള മാവ് നമ്മൾ ഇന്നലെ അരച്ച് വെച്ചിട്ട് ഇന്ന് പൊങ്ങിയിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്ത് നോക്കി കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി എടുക്കാം. എനിക്ക് കുറച്ച് ആൾക്കാർ വീട്ടിൽ വരുന്നുണ്ടെങ്കിൽ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇടിയപ്പം. കാരണം എപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാലും അതെപ്പോഴും നന്നാവാറുണ്ട്. നമ്മുടെ കെറ്റിലിൻ്റെ പൊസിഷൻ നമ്മുടെ ബാക്കിലെ സ്ലാബിൽ നിന്ന് പോയി കേട്ടോ, റൊട്ടിമാറ്റിക് വന്നതോടുകൂടെ. ഇപ്പോൾ കെറ്റിലിന് അങ്ങനെ ഒരു അഡ്രസ്സും സ്ഥലമൊന്നുമില്ല. ഞാൻ എവിടേക്കാണ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. കുറേ ഞാൻ സ്റ്റോർ റൂമിൽ കൊണ്ടുവയ്ക്കും. നമ്മുടെ കിച്ചണിൽ പുതുതായിട്ട് വന്ന റൊട്ടിമാറ്റിക്കിനെ ഞാൻ ഓൾറെഡി ഒരു ഷോർട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മളിന്ന് ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ ഒരു വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യാം. എത്ര എളുപ്പമാണ് ഇത് നമുക്ക് റൊട്ടി അല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി എടുക്കാനുള്ളതെന്ന്. ആദ്യം ഞാൻ വിചാരിച്ചു റൊട്ടിമാറ്റിക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്തു കൊടുന്ന് വെച്ചിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാന്നുള്ളത്. പക്ഷേ ഐറ്റം നല്ല ഹെവിയാണ്, അപ്പോൾ അത്ര എളുപ്പമല്ല അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എയർ ഫ്രയറും നമ്മുടെ കെറ്റിലും മാറ്റി ഇപ്പോൾ ഈ കോർണറിൽ റൊട്ടിമാറ്റിക് വെച്ചിരിക്കുകയാണ്. പക്ഷേ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു വോള് കുറച്ച് പ്ലെയിൻ ആയതുപോലെയല്ലേ ഇതും വൈറ്റ് ആയപ്പോൾ. അപ്പോൾ ഞാൻ ഈ റൊട്ടിമാറ്റിക്കിന് തൊട്ട് മുകളിൽ ഒരു പ്ലാങ്ക് എന്തെങ്കിലും അടിച്ച് ഒരു ചെടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡെക്കോർ ഐറ്റം വെക്കണം എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ പ്ലാൻ. ഇത് അടയ്ക്ക് വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഞാൻ വെള്ളം ആഡ് ചെയ്ത് അങ്ങനെ ഒരു ക്വാണ്ടിറ്റി എനിക്ക് പറയാനറിയില്ല. ഞാനിങ്ങനെ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു അധികം ഞാൻ കുക്കറിനെ എടുക്കാറ്. അപ്പോൾ അതിൽ ഞാൻ പൊടിയും പിന്നെ അതിന് ശേഷം വെള്ളം ഒഴിച്ച് എല്ലാ സൈഡിലോട്ടും മിക്സ് ചെയ്തതിന് ശേഷം ചൂട് മാറുന്നത് വരെ ഞാൻ നല്ല ടൈറ്റായിട്ട് അടച്ചു വെക്കും. അപ്പോൾ എന്തായാലും ആ ഒരു ചൂടിലിരുന്നിട്ട് നമ്മുടെ മാവ് അത്യാവശ്യം ഒന്ന് കുക്കാവും. പിന്നെ അടയ്ക്ക് നമുക്ക് അത്ര തിളപ്പിച്ച വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി അട നമുക്കൊന്ന് കുറച്ചെടുക്കാം. ഞാൻ ഒറ്റയ്ക്ക് കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്ന ആ ഒരു ടൈം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനൊരു 90s പാട്ടൊക്കെ വെച്ച് സമാധാനത്തിലിരുന്ന് കുക്ക് ചെയ്യുന്നത്. ഇപ്പോൾ കുറേ അതും ഇതും തിരക്കായിട്ട് അങ്ങനെ സമയം കിട്ടാറില്ല ഭയങ്കര ഒരു എക്സോട്ടിക് കുക്കിങ്ങിനൊന്നും. പക്ഷെ എന്നാലും സമയം കിട്ടുമ്പോൾ ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു കാര്യമാണ് കുക്കിംഗ്. ചില പാത്രങ്ങളോട് നമുക്കൊരു ഭയങ്കര ഇമോഷണൽ അറ്റാച്ച്മെന്റ് വരുമല്ലോ. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉള്ള ഒരു പാത്രമാണ് ഈ ഒരു കാസ്റ്റ് ആയതുകൊണ്ട് ഈ ഒരു പാത്രം കേട്ടോ. ഇത് ആൽബർട്ടൈനിന്ന് അവരിങ്ങനെ ഇടയ്ക്ക് സ്റ്റിക്കറൊക്കെ കളക്ട് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി ബ്രാൻഡ്സ് അവർ അവിടെ ഓഫറിൽ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് ആൽബർട്ടൈനിൽ തന്നെ ഷോപ്പ് ചെയ്യുകയാണെങ്കിൽ സ്റ്റിക്കേഴ്സൊക്കെ കളക്ട് ചെയ്ത്
ആ പ്രൊഡക്റ്റ് നമുക്ക് അത്യാവശ്യം 50%ലോ അല്ലെങ്കിൽ 40%ലൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. അങ്ങനെ വാങ്ങിച്ച റോയൽ എന്തോ ആ ഒരു ബ്രാൻഡിന്റെ കാസ്റ്റ് അയണിന്റെ ഒരു പാത്രമാണത്. ഇതിൽ വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് നല്ല സ്ലോ കുക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമെന്ന് എനിക്കൊരു തോന്നുന്നു. നമ്മൾ ചിക്കൻ മപ്പാസാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം അതിലോട്ട് നമ്മൾ ചെറുതാക്കി അരിഞ്ഞ് ഉള്ളിയിട്ട് നന്നായി വഴറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതേ കളറൊക്കെ ഒന്ന് ഏകദേശം ഇങ്ങനെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു ഗോൾഡൻ കളർ ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഉള്ളിക്ക്. എനിക്ക് എപ്പോഴും ഗോൾഡൻ കളർ ഉള്ളി ആവുക എന്ന് പറയുമ്പോൾ വീണ ചേച്ചിന് ഓർമ്മ വരും. അപ്പോൾ അങ്ങനെയാവേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മൾ ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതാണ് നമ്മൾ ഇനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത്. ഇതിൽ എണ്ണ അത്യാവശ്യം വേണം കേട്ടോ. അതായത് എണ്ണയുടെ ക്വാണ്ടിറ്റി കുറയാൻ പാടില്ല. എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരണം നമ്മൾ വഴറ്റി എടുക്കുമ്പോഴേക്ക്. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ശേഷം നമ്മളിനി ഇതിലോട്ട് ആഡ് ചെയ്യുന്നത് പച്ചമുളകാണ് കേട്ടോ. ഒരു 3 പച്ചമുളക്. ശരിക്കും നമുക്ക് എരിവ് ഇഷ്ടമാണെങ്കിൽ അതിൽ കൂടുതൽ ആഡ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെയുള്ള ആൾക്കാരുടെ പൊതുവേ സ്പൈസ് ടോളറൻസ് കുറച്ച് കുറവാണ്. അപ്പോൾ വെറുതെ നമ്മുടെ ഒരു ലെവലിലേക്ക് ഉയർത്തിയിട്ട് ഒരു റിസ്ക് ആക്കണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചിട്ടത്. ഈ പച്ചമുളകിനൊന്നും അത്ര എരിവില്ല ഇവിടെ കിട്ടുന്ന പച്ചമുളകിന്. 3 പൊടികളാണ് ഇടാനുള്ളൂ. 1 മഞ്ഞൾപ്പൊടി, 2 മല്ലിപ്പൊടി, 3 ഫെനൽ സീഡിൻ്റെ പൗഡർ. ഈ മപ്പാസ് എന്നുള്ള പേരൊക്കെ ഉള്ളൂ. പുള്ളി സിമ്പിളാണ് ആക്ച്വലി. പേര് മാത്രമാണ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഉള്ളൂ. അപ്പോൾ ഇതിക്ക് നമുക്കൊരു 4 സ്പൂൺ വേണ്ട ഒരു മല്ലിപ്പൊടി തോന്നുന്നു. ഒരു 4 സ്പൂൺ മല്ലിപ്പൊടി. അതിന് ശേഷം നമ്മളതിലോട്ട് ഒരു നാരങ്ങ പിഴിയുന്നുണ്ട് കേട്ടോ. എനിക്ക് ജോലിക്ക് പോകാനായില്ലേ? ഞാൻ പോയിട്ട് ഇനി ഷെറീറിനെയും അൻഷിഫിനെയും പിക്ക് ചെയ്തിട്ട് വരാം പെട്ടെന്ന്. 7 മണിയാകുമ്പോഴാണ് നമ്മുടെ ഗസ്റ്റ് എത്തുക. അപ്പോൾ അതിന് മുന്നേ നമുക്കൊന്ന് ക്ലീൻ ചെയ്യും കൂടെ വേണം. ഡിഷൊന്ന് വെള്ളം ക്ലിയർ ആവുന്നതിൻ്റെ ശബ്ദം കേട്ടോ അത്. ഒന്ന് വേണ്ട ലെഗ് പീസ് തീരെ. എനിക്ക് ലെഗ് പീസ് തീരെ ഇഷ്ടമല്ല, ഞാൻ പറയാൻ പാടില്ല. വിഷ്ണുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു ലെഗ് പീസ്. പക്ഷെ ഞാൻ തീരെ ലെഗ് പീസ് കഴിക്കാത്തത് കൊണ്ട് എല്ലാ ലെഗ് പീസും വിഷ്ണു കഴിച്ച് ഇപ്പോൾ വിഷ്ണുവിന് ഇഷ്ടമല്ല. അതുകൊണ്ട് ഈ വീട്ടിൽ കോഴിയുടെ കാല് ഒരു അധികം പറ്റാണ്. ഇത് നമ്മൾ കിച്ചൺ ഒന്ന് ചെറുതായി ക്ലീൻ ചെയ്തു. ഇത് ചിക്കൻ നമ്മുടെ അടുപ്പത്തിരിക്കുന്നുണ്ട്. അത് ഞാൻ ഓഫ് ചെയ്തിട്ടില്ല. ഞാൻ അൻഷിഫിനെയും ഷെറീറിനെയും പിക്ക് ചെയ്തിട്ട് വരാം. വിഷ്ണു ഒരു 10 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ചിക്കൻ ഇളക്കണം. ഞാൻ ഓഫ് ഫ്ലെയിമിലാണ് വെച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, ടാറ്റ. നമ്മൾ ഒരുപാട് കുക്ക് ചെയ്ത് പുറത്ത് പോകുമ്പോൾ നമ്മുടെ ഡ്രസ്സിൽ നിന്ന് ഭയങ്കര മസാലയുടെ മണമൊക്കെ വേറെയുള്ളവർക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഇത്. ഇത് നമുക്ക് ഡ്രസ്സിലോ ജാക്കറ്റിലോ ഒക്കെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് കൺട്രോൾഡ് ആവും. നമുക്കപ്പോൾ പോയിട്ട് വരാം. ഇവിടെ നിന്ന് ഒരു 20 മിനിറ്റാണ് കേട്ടോ ഷെറീറിൻ്റെ വീട്ടിലോട്ടുള്ളത്. അപ്പോൾ അവരെ പിക്ക് ചെയ്ത് നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ വിഷ്ണുവിൻ്റെ ബോസ് അവർക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 7:30 ഒക്കെ ആകുമ്പോഴെത്തുകയെന്നാണ് പറഞ്ഞത്. ട്രെയിൻ സ്റ്റേഷനിൽ വരാം. അപ്പോൾ വിഷ്ണുവിനോട് ഒന്ന് വന്ന് പിക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ദൂരമുണ്ട് ഇങ്ങോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ തൽക്കാലം നമുക്ക് പോയിട്ട് അൻഷിഫിനെയും ഷെറീറിനെയും പിക്ക് ചെയ്തിട്ട് വരാം. ഞാനിത് എന്താണെന്ന് വിചാരിച്ചു. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു. ഞാനിപ്പോൾ റീസെൻ്റായിട്ട് പഠിച്ചതിൽ ഞാൻ ഏറ്റവും കൂടുതൽ പ്രൗഡാവുന്നൊരു സ്കില്ലാണ് കേട്ടോ ഡ്രൈവിങ്. കാരണം ഡ്രൈവിങ് എന്നെ ഒരുപാട് ഇൻഡിപെൻഡൻ്റ് ആവാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രൈവൊക്കെ ചെയ്ത് ഷെറീറിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഷെറീറും അൻഷിഫയും അവരുണ്ടാക്കിയ കാര്യങ്ങളെല്ലാം പ്രോപ്പർലി പാക്ക് ചെയ്ത് നമ്മൾ കാറിൽ വെച്ച് തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് നമുക്കൊരു വാഴയിലയും കൂടെ വാങ്ങിക്കാൻ കേട്ടോ. കാരണം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിലെ വാഴയില ഫുൾ കീറിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഓറിയൻറ്റലിൽ നിന്ന് നമുക്ക് വാഴയിലയും കൂടെ വാങ്ങിയിട്ട് പോവാം. അങ്ങനെ നമ്മൾ അവസാനം വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവർ കൊടുന്ന ഐറ്റംസ് ഒക്കെ ആയിട്ട് നമുക്ക് പോയി ബാക്കി കുക്കിംഗ് ഇനി ഇവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാം. ഞങ്ങൾ എല്ലാവരും വന്ന് കുക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിവിടെ ഇലയുടെ ഉണ്ടാക്കാനുള്ള ശർക്കര ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ഷെറീറിന് ബീഫ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വിഷ്ണു അവിടെ ഡിഷ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അൻഷിഫ് അവിടെ നെയ്ച്ചോറ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഉണ്ടാക്കാൻ പോവാണ്. അൻഷിഫ് ഇവിടെ സമോസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അൻഷിഫാണ് ഇവിടുത്തെ സമോസ എക്സ്പേർട്ട്. അന്ന് നമ്മള് ഇന്ത്യ പാകിസ്ഥാൻ ജയിച്ച തന്നെ അൻഷിഫ് സമോസ ഇലയുടെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റം ഉണ്ടാക്കിയത് ഇപ്പൊ പകുതിയായിട്ടോ. ഭയങ്കര ടേസ്റ്റ്. നമ്മൾ നെയ്യൊക്കെ ഇട്ട് ഇങ്ങനെ കുറുക്കി. എന്റെ ചിക്കൻ മപ്പാസ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇടിയപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി പെട്ടെന്ന് കുറച്ചേരും കൂടെ പോയിട്ട് കുക്കിങ്ങിലോട്ട് ഒന്നും കൂടെ ഒന്ന് ഫോക്കസ് ചെയ്യട്ടെ. ഓ പൊളിയാണല്ലോ. എനിക്ക് ചെറുതാക്കി മുറിച്ചു തരുമോ?
എന്ത് കാര്യം പറഞ്ഞതിന്റെ മുന്നേ നമ്മളൊന്ന് പ്രോത്സാഹിപ്പിക്കണം എന്നാണ് വിഷ്ണുവിനോട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടാണുള്ളത് പറയാൻ പറഞ്ഞത്. അൻഷിഫ് അല്ലെങ്കിലും നമ്മുടെ മലബാർ സ്നാക്സ് ഉണ്ടാക്കുന്ന ഒരു കില്ലാടിയാണ് കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് നമ്മുടെ എല്ലാ മലബാർ സ്നാക്സും അവൾ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കുറച്ചായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന്റെ മെനു പലതവണ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെയാണ് സ്റ്റാർട്ടർ വേണ്ടത്, എന്തൊക്കെയാണ് മെയിൻ കോഴ്സ് വേണ്ടത്, എന്തൊക്കെയാണ് നമ്മുടെ ഡെസേർട്ടായിട്ട് വേണ്ടത് എന്നുള്ളത്. വിഷ്ണു റിക്വയർമെൻറ്റ്സ് മാത്രം അപ്രൂവ് ചെയ്യുന്ന ഒരാളായിരുന്നു. മെയിനായിട്ട് മെനു തീരുമാനിച്ചത് ഞാനും അൻഷിഫയും ഷെറീറും കൂടെ ആയിരുന്നു. വിഷ്ണു എന്തൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടില്ല എന്നുള്ള അപ്രൂവൽ നോക്കിയിട്ട് അപ്രൂവ് ചെയ്യുന്ന ആളായിരുന്നു. എന്തായാലും നമ്മൾ ഇന്നലെയാണ് കേട്ടോ കുറച്ച് കുക്കിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളൊക്കെ അൻഷിഫ ഈ മസാല ഉണ്ടാക്കി വയ്ക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ എല്ലാം കൂടെ നമുക്ക് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് ഹെക്റ്റിക് ആവുമല്ലോ. ഇന്നത്തെ ഒരു ഗംഭീര കുക്കിംഗ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. അതിന് മുന്നേ നാളെ വൈകുന്നേരം ചായക്ക് എന്താണ് അപ്പൊ നമ്മളിത് കഴിക്കാതെ അപ്പൊ നമ്മളിവിടെ ഇലയുടെക്കുള്ള ഇലയിൽ നമ്മുടെ മാവ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ ഫില്ലിങ് വെക്കണം. അൻഷിഫ ഇവിടെ ചിക്കൻ സമോസ എല്ലാം നല്ല അടിപൊളിയായി ഷേപ്പിൽ റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ല പറയുക മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ അവള് ചിക്കൻ കബാബ് മാരിനേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പാപ്രിക്കയും ചിക്കനും കൂടെ മിക്സ് ചെയ്തിട്ട് എയർ ഫ്രൈ ചെയ്യാൻ വേണ്ടി പോവാണ്. പിന്നെ ബീഫിന് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? കുറച്ചും കൂടെ ഡ്രൈ ആക്കാം, ലാസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ വെള്ളപ്പം ഉണ്ടാക്കണം. പിന്നെ അപ്പം ഉണ്ടാക്കാൻ വേണ്ടു. നമ്മുടെ ഇടിയപ്പം എല്ലാം ഉണ്ടാക്കി റെഡിയാക്കിയിട്ടുണ്ട്. വിഷ്ണു എല്ലാ നിമിഷത്തെയും പോലെ അവസാനം സാധനങ്ങൾ വാങ്ങിക്കാൻ എന്തൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, നമുക്ക് വരാനുള്ള ഗസ്റ്റ് ട്രെയിൻ മിസ് ചെയ്തു. അതുകൊണ്ട് ഒരു 15 മിനിറ്റ് ലേറ്റ് ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗസ്റ്റ് വരുന്നതിൻ്റെ മുന്നേ ടേബിളും കാര്യങ്ങളൊക്കെ പ്രോപ്പർലി അറേഞ്ച് ചെയ്ത് വെക്കുക, കിച്ചണൊക്കെ കുറച്ചൊന്ന് ക്ലീൻ ചെയ്ത് വെക്കുക എന്നുള്ളത് കുറച്ച് സ്ട്രെസ്സായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുറച്ച് ലേറ്റ് ആയിരുന്നു കുക്കിംഗ് തീർക്കാൻ വേണ്ടിയിട്ട്. വിഷ്ണു ആണെങ്കിൽ എന്തായാലും ഒരു പിക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് വിളിച്ച് പറഞ്ഞായിരുന്നു അവർക്ക് ട്രെയിൻ മിസ്സായെങ്കിലും പുതിയൊരു ട്രെയിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ ഒരു 10-15 മിനിറ്റ്സിൽ സ്റ്റേഷനിലെത്തും. അപ്പോൾ വിഷ്ണു എന്തായാലും ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ഓടിപ്പാഞ്ഞ് എങ്ങനെയൊക്കെ ഇവിടെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതിലാണ് നമ്മൾ ഇലയുടെ വയ്ക്കുന്നത്. ഇതിൽ സമോസ, അതിൽ നമ്മുടെ കബാബും ചിക്കൻ ഫ്രൈയും എല്ലാം കൂടെ ഉണ്ടാക്കിയ കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ടേബിൾ കാണാൻ വേണ്ടിയിട്ട്. ഒരു ടേബിൾ റണ്ണറും കൂടെ ആവാന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടേബിൾ റണ്ണർ ഞാൻ ഗാരേജിൽ മുഴുവൻ തപ്പിയെങ്കിലും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ തൽക്കാലം നമ്മളിത് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. വിഷ്ണുവിനും ഷെറീറിനും അത്യാവശ്യം നന്നായിട്ട് തന്നെ ഈ ഒരു പരിപാടി നടത്തണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നെക്കൊണ്ടും അൻഷിഫിനെ കൊണ്ടും പറ്റുന്ന രീതിയിൽ നമ്മൾ മാക്സിമം നമ്മുടെ ഭാഗത്ത് നിന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെ, ഇതാണ് നമ്മുടെ ടേബിൾ കാണാൻ. എങ്ങനെയുണ്ട്? സൈഡിലൊരു ചെറിയ പാത്രം കൂടെ വന്നിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റ് ഓൾറെഡി വീട്ടിലെത്തി. അവർ കുറച്ച് പോർച്ചുഗൽ സ്നാക്സ് വന്നിട്ടുണ്ടായിരുന്നു. അതും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചതാണ്. പിന്നെ അവർ വന്ന് വർത്താനൊക്കെ തുടങ്ങിയ സമയത്ത് ജസ്റ്റ് ഒന്ന് കിച്ചൺ ഒന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അല്ലെങ്കിൽ ഇത്രയധികം പാത്രങ്ങൾ കാണുമ്പോൾ അവർക്ക് തന്നെ ബുദ്ധിമുട്ടായാലോ. വന്നു കുറച്ച് നേരം വർത്താനം പറഞ്ഞു നിന്നതിന് ശേഷം നമ്മളിതേ സ്റ്റാർട്ടേഴ്സൊക്കെ കഴിച്ചു തുടങ്ങി. ഓരോ ഫുഡ് എടുക്കുമ്പോഴും അവർ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെയാണ് ഇത് കഴിക്കേണ്ടത്, എങ്ങനെയാണ് ഇത് കഴിക്കുന്ന രീതി എന്നുള്ളതൊക്കെ. കൈയൊക്കെ വെച്ച് ഞാൻ പറഞ്ഞു കൊടുത്തു എന്നുണ്ടെങ്കിലും അവർക്ക് അത്ര കംഫർട്ടബിൾ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ അവരുടെ സ്പൂണും നൈഫും ഫോക്കും ഒക്കെ വെച്ചാണ് കഴിക്കുന്നുണ്ടായിരുന്നത്. അവരുടെ തൊട്ട് ഓപ്പോസിറ്റ് ഞാൻ ഇരിക്കുന്നുണ്ട്. അവർക്ക് ഒരു ഓക്വേർഡ് ഫീലിംഗ് വേണ്ടാന്ന് വിചാരിച്ച് ഞാനും ഇലയുടെയൊക്കെ ഫോക്കും നൈഫും ഒക്കെ വെച്ചാണ് കഴിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നത്. സ്റ്റാർട്ടർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മെയിൻ കോഴ്സ് എടുക്കാനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഒരു വീഡിയോയിൽ തീരെ നമ്മുടെ ഗസ്റ്റിൻ്റെ ഫേസും കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല. കാരണം എപ്പോഴും ഞാൻ ഒരാളുടെ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ അവരോട് ചെക്ക് ചെയ്യാറുണ്ട് അവർ ഓക്കെ ആണോ വീഡിയോയിൽ വരുന്നത്. അവർ ഓക്കെ ആണെങ്കിൽ മാത്രമാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഇന്നേ വരെ കാണിച്ച ഏതൊരാളെയും ഞാൻ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്തവണ ഞാൻ വിചാരിച്ചു അത് നമ്മുടെ ഗസ്റ്റായിട്ട് വീട്ടിലോട്ട് വരുമ്പോൾ ഞാൻ വീഡിയോ എടുത്തോട്ടെ എന്നും ചോദിക്കുന്നത് അത്ര നല്ലൊരു കാര്യമല്ല. അവർ ഭയങ്കര ഫ്രീ ആയിട്ട് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണല്ലോ. അപ്പോൾ അവരുടെ ഫേസും കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാത്തത് അതുകൊണ്ടാണ് കേട്ടോ. ഇതാണ് നമ്മുടെ മെയിൻ കോഴ്സ്. ഇടിയപ്പം ഉണ്ട്, വെള്ളപ്പം ഉണ്ട്, ഗീ റൈസ് ഉണ്ട്, ചിക്കൻ കറി ഉണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ബീഫ് ഫ്രൈ ഉണ്ട്. അതെല്ലാം ബേഷായി കഴിച്ചതിന് ശേഷം അൻഷിഫ ഉണ്ടാക്കിയ അല്ല കേട്ടോ, അൻഷിഫയുടെ ഫ്രണ്ട് മിലു ആണ് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പുഡിങ്ങും കൂടെ കഴിച്ച് നമ്മൾ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുകയാണ്. നല്ല പുഡിങ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഡെസേർട്ടൊക്കെ കഴിച്ച് കുറച്ചു നേരം വർത്താനം പറഞ്ഞതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടാക്കാൻ വേണ്ടി പോയി കേട്ടോ ഷെറീറും വിഷ്ണുവും കൂടെ. ഇന്ന് ഞാനും അഞ്ജലി ഷെറീറിനെയും വിഷ്ണുവിനെ ചോദിച്ചോണ്ടിരിക്കുന്നു സുഖം തന്നെയല്ലേ. ഡ്രോപ്പ് ചെയ്യാൻ പോവുക, പിക്ക് ചെയ്യാൻ പോവുക. ഈ കിച്ചന്റെ അവസ്ഥ ഇതാണ്. നമ്മൾ അവര് വരുന്നതിന്റെ മുന്നേ ഞാനും ഷെറീറും അഞ്ജലിയും കൂടെ ഒതുക്കി. ഇനി നമുക്ക് ഈ പരിപാടി വീണ്ടും തുടങ്ങാം. കുറച്ചെങ്കിലും എന്തെങ്കിലും ആക്കാല്ലേ. എല്ലാ പാത്രവും അറിയില്ല. നമ്മൾ ഒട്ടുമിക്ക ഒതുക്കിയതായിരുന്നു. പിന്നെ ഇങ്ങനെ പോയത്
തുടങ്ങട്ടെ. ഇന്നത്തെ ഒരു ദിവസം കുക്കിങ്ങിനേക്കാളും ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കാര്യം ക്ലീനിങ് ആയിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് വീട്ടിലെ എല്ലാ പാത്രങ്ങളും പുറത്തെത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും അൻഷിഫയും കൂടെ വളരെ പ്ലാനിങ്ങിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടായിരുന്നത്. പക്ഷേ എങ്ങനെയാണ് ഇത്രയധികം ക്ലീൻ ചെയ്യാനുണ്ടായി എന്നുള്ളത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഐഡിയ ഇല്ല കേട്ടോ. കാരണം നമ്മൾ സ്റ്റാർട്ടറൊക്കെ എടുത്ത് കഴിച്ചതിന് ശേഷം തന്നെ കുറച്ചൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കയ്യിൽ നിന്നെല്ലാം പോയ അവസ്ഥയായിരുന്നു. അങ്ങനെ ആൻഡ്രിയനൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട് എൻ്റെ മോൻ. റൂഹി ചോദിച്ചു പപ്പ എവിടെയെന്ന്. അൻഷിട്ട് പറഞ്ഞു പപ്പ മുങ്ങിയെന്ന്. ഞാൻ ഈ ഒരു സമയമായപ്പോക്ക് ഭയങ്കര ടയർഡായിട്ടുണ്ടായിരുന്നു. ഞാനൊരു 12-12:30 ഉറങ്ങുന്ന ആളാണല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് എക്സ്റ്റെൻഡ് ആയി പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണമൊക്കെ വരുന്നുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ക്ലീനിങ് മെയിൻലി ഇവർ 3 പേരും കൂടെയാണ് കേട്ടോ ചെയ്തത്. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു കുറച്ച് നേരം വർത്താനമൊക്കെ അവർ പറഞ്ഞിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയായിരുന്നു. അതിനുശേഷം നമ്മൾ ഷെറീറിനെയും അൻഷിഫേനെയും വീട്ടിൽ കൊണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് ഏകദേശം ഒരു 20-22 മിനിറ്റാണ് അവരുടെ വീട്ടിലോട്ടുള്ളത്. നല്ല മഴയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു രാവിലെ തൊട്ടേ ഒരു മഴ ദിവസമായിരുന്നു. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്തവരെയൊക്കെ കൊണ്ടാക്കി തിരിച്ച് നമ്മൾ വീട്ടിൽ വന്നു. ഒരു ചെറിയ വ്ളോഗായിരുന്നു. ഇങ്ങനത്തെ കുക്കിംഗ് വ്ളോഗ്സ് എനിക്ക് ഷൂട്ട് ചെയ്യാനും നിങ്ങൾക്ക് കാണാനും ഇഷ്ടമായതുകൊണ്ട് പെട്ടെന്ന് എടുത്തൊരു വ്ളോഗാണ്. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, സസ്നേഹം, തനി മലയാളി. ടാറ്റാ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ.